ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം 12 ഡോക്ടർ മീഡിയയിലൂടെ ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 1:10. 1 ശമൂവേൽ 1:10. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം അറിയാം. ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. അവളുടെ ആ മനോവ്യസനത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. തനിക്ക് മക്കളില്ലായിരുന്നു. കഴിഞ്ഞ 2 ദിവസം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചു. ദാനിയേലും അതുപോലെ പൗലോസും സീലാസും അവർക്കുണ്ടായ അനുഭവം, ആ പ്രതിസന്ധിയുടെ നടുവിൽ അവർ പാടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അവർ സേവിക്കുന്ന ദൈവം അവരെ വിടുവിച്ചതിൻ്റെ ഫലം നാം കണ്ടു. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നതിൻ്റെ ഫലം നാം കണ്ടു. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം നാം നയിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരും. അതിൽ നിന്ന് നമുക്ക് മുന്നേറണമെങ്കിൽ നമുക്കുള്ള ഏക വഴി പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ താക്കോൽ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ ഉറ്റിരിന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ വേറൊരു ആവശ്യവുമായി വളരെ പ്രയാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നൊരു സ്ത്രീയെ, ഹന്നയാണ് നാം കാണുന്നത്. അവൾ പ്രാർത്ഥിക്കുക. അവളുടെ ഹൃദയം എങ്ങനെയാണ്? വളരെ മനോവ്യസനത്തോടെയാണ് അവളായിരിക്കുന്നത്. നമുക്കറിയാം, അവളുടെ ഭർത്താവ് എൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു, പെനീനായും ഹന്നയും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അപ്പോൾ കൂടെയുള്ള സഹോദരി തന്നെ ആ ഒരു വിഷയം പറഞ്ഞു വളരെയധികം വേദനിപ്പിക്കുകയും വളരെയധികം പ്രയാസപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് ഹന്ന പട്ടിണി കിടക്കുകയും വളരെ ദുഃഖിതയായിരുന്ന ആ ഒരു കാരണത്താൽ അവൾ വളരെ മനോവ്യസനമുള്ളവളായിത്തീർന്നു. അപ്പോൾ നമുക്കറിയാം, നാം നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ, പ്രത്യേകിച്ചും ക്രിസ്തീയ ഫീൽഡിൽ നിൽക്കുന്ന നമുക്കിങ്ങനെ പ്രതിയോഗികളിൽ നിന്നൊക്കെ തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും അസൂയകളൊക്കെ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, വ്യസനിച്ച് നമ്മുടെ ഹൃദയത്തെ തകർക്കാതെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഹൃദയ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. ഇവിടെ ഹന്ന വളരെ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ ആവശ്യം, അവൾക്ക് മക്കളില്ലായിരുന്നു. നമുക്കറിയാം, അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുകയാണ്, അവൾക്കറിയാം അവളുടെ ഈ മനോവ്യസനം ഉള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്ന് ദൈവം അവളെ വിടുവിക്കുമെന്ന്. നമുക്ക് 34 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, ദൈവം അരികെയുണ്ട്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ആ ഒരു കാര്യം ഹന്നയ്ക്ക് അറിയാമായിരുന്നു. അവൾ ദൈവസന്നിധിയിൽ കടന്നു വന്നു. നമുക്കറിയാം, അവൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഹൃദയം കൊണ്ടാണ് അവൾ സംസാരിച്ചത്. 1 വാക്യം. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ ഇത്രത്തോളം ലഹരി പിടിച്ചിരിക്കുക, നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യം കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുക അത്രേ ചെയ്തത്. അവൾ പറയുകയാണ്, അവളെ തെറ്റിദ്ധരിക്കപ്പെട്ടു അവിടെയും. പക്ഷെ അവൾ ആ സമയത്തും പറഞ്ഞത്, യജമാനനെ, അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ഹന്ന നല്ലൊരു മാതൃക നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. അവൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളും പ്രയാസങ്ങളൊക്കെ നേരിട്ടെങ്കിലും അവരോടൊന്നും മറുതരിക്കാതെ വണ്ണം അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവൾ അവരോട് ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന്, നമുക്കറിയാം, അവൾ അങ്ങനെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി അവളുടെ 1 അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അടിയനൊരു നീച സ്ത്രീയായി വിചാരിക്കരുതേ,
അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെ ആഘാത്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവം നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൾ ദൈവസന്നിധിയിൽ അവളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ ഏലിയും അവളെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ പറഞ്ഞു. അവളുടെ മുഖം പിന്നെ വാടിയതേയില്ല. നമുക്കറിയാം, പിന്നെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരാണ്ട് കഴിഞ്ഞ് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. 1:20 പ്രിയപ്പെട്ടവരെ, ഏതൊരു ആവശ്യവുമായി നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഹന്ന നമുക്കൊരു മാതൃകയാണ്. അവൾ മനവ്യസനമുള്ള സ്ത്രീയായിരുന്നു. മനവ്യസനത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന്, പക്ഷേ അവളുടെ അവസാനം അവൾക്ക് ഒരു മകനെ ലഭിക്കാനായിട്ട് ഇടയെത്തിരുന്ന് അവളുടെ മുഖം പിന്നെ വാടിയതേയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ആവശ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, ദൈവസന്നിധിയിൽ സന്തോഷിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.